ബാഹുബലിയായി വന്ന് സിനിമാ പ്രേക്ഷകരുടെ മനം കവർന്ന പ്രഭാസിന് നമ്മുടെ സ്വന്തം മമ്മൂക്കയെക്കുറിച്ച് ചിലത് പറയാനുണ്ട്. 1998 മമ്മൂട്ടിക്കായിരുന്നു മികച്ച നടനുള്ള ദേശീയ അവാർഡ്. ചിത്രം ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ. ജബ്ബാർ പട്ടേൽ സംവിധാനം ചെയ്ത ഈ ചിത്രം പക്ഷേ അപൂർവം കേന്ദ്രങ്ങളിൽ മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. 1998 പ്രഭാസിന് 19 വയസ്സാണ് പ്രായം. തൊട്ടടുത്ത വർഷം, അതായത് 1999 ഡൽഹിയിൽ നടന്ന ദേശീയ അവാർഡ് ദാന ചടങ്ങുകൾ വീക്ഷിക്കാൻ പ്രഭാസിനും സുഹൃത്തുക്കൾക്കും കുറച്ച് പാസുകൾ കിട്ടി. ഡൽഹിയിൽ കറങ്ങാനും അവാർഡുദാന ചടങ്ങുകൾ വീക്ഷിക്കാനുമായി പ്രഭാസ് കൂട്ടുകാരോടൊത്ത് ഡൽഹിയിലേക്ക് തീവണ്ടി കയറി. പ്രഭാസ് മമ്മൂക്കയെ ആദ്യമായി കാണുന്നത് ഈ ദേശീയ അവാർഡ് ദാന ചടങ്ങിൽ വെച്ചാണത്രേ. ഒരു നാഷണൽ ഹീറോ ഇമേജുമായി തിളങ്ങിയ മമ്മൂട്ടിയിൽ നിന്ന് ഒരു ഓട്ടോഗ്രാഫ് വാങ്ങണമെന്നും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കണമെന്നും സിനിമയെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കണമെന്നും ഒക്കെ കരുതിയെങ്കിലും തിരക്ക് കാരണം മമ്മൂക്കയുടെ അടുത്തുപോലും ചെല്ലാൻ സാധിച്ചില്ലത്രേ. മാത്രവുമല്ല, അന്ന് 300-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞ മമ്മൂട്ടിയെ അവാർഡ് വാങ്ങാൻ വേദിയിലേക്ക് വിളിച്ചപ്പോൾ പലരും കരുതിയത് വളരെ പ്രായമുള്ള വാർദ്ധക്യം ബാധിച്ച നടനായിരിക്കും മമ്മൂട്ടി എന്നാണത്രേ. പക്ഷേ യുവത്വം തിളങ്ങി വിളങ്ങുന്ന മമ്മൂട്ടിയെ കണ്ട് സദസ്യർ അമ്പരന്നു. അംബേദ്കറായി അഭിനയിച്ച മമ്മൂട്ടി പുരസ്കാരം വാങ്ങുമ്പോൾ സദസ്സ് ഒന്നടങ്കം എഴുന്നേറ്റ് നിന്നെന്ന് പ്രഭാസ് ഓർമ്മിക്കുന്നു. ഒരു നടനായി അറിയപ്പെടണമെന്നും ഒരിക്കൽ ലോകമറിയുന്ന കലാകാരനായി മാറണമെന്നും ഒടുങ്ങാത്ത മോഹം തന്നിൽ ഉളവാക്കിയത് ഈ സംഭവമാണെന്നാണ് പ്രഭാസ് ഓർമ്മിക്കുന്നത്. ഒരു പ്രമുഖ തെലുങ്ക് വാരിക നടത്തിയ അഭിമുഖത്തിൽ ബാഹുബലി 2 മികച്ച നടനുള്ള ദേശീയ അവാർഡ് പ്രതീക്ഷിക്കുന്നോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് പ്രഭാസ് ഇത്രയും പറഞ്ഞത്. ആന്ധ്രയിലെ മമ്മൂക്ക ആരാധകരായ മലയാളികൾ പ്രഭാസിന് ഈ സംഭവം വായിച്ച് അഭിവാദ്യം അർപ്പിച്ചിരിക്കുകയാണ്.